ഷാലോം ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുതിയ പേജുകളിലേക്ക് സ്വാഗതം. രാജ്യത്തിൽ സന്തോഷം, സമാധാനം, സംതൃപ്തി. എന്നാൽ മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. പതിവ് പോലെ മന്ത്രിയായ ബീവറിനെ വിളിക്കുന്നു. സന്തോഷ സമയത്തിന്റെ അഹങ്കാരത്തിലേക്കും ദുഃഖ സമയത്തിന്റെ നിരാശയിലേക്കും കൊണ്ടുപോകാതിരിക്കാൻ ഉതകുന്ന ഒരു വാക്കു വേണം. ബുദ്ധിമാനായ ബീവർ ഇപ്രകാരം രേഖപ്പെടുത്തി ഒരു മോതിരം രാജാവിന് നൽകി. ഇതും കടന്നുപോകും. അക്ബർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ പ്രത്യാശ നിലനിൽക്കാൻ ഇത് കാരണമായി. കാലാകാലങ്ങളായി യഹൂദജനം കാത്തിരുന്ന രക്ഷകനാണ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു. മലഞ്ചെരുവിൽ തണുത്തുറഞ്ഞു കിടന്നുറങ്ങിയ ആട്ടിടയർക്ക് പ്രത്യാശയുടെ സുവിശേഷവുമായി മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. അറിവിന്റെ പൂർണ്ണത തേടിയിരുന്ന ജ്ഞാനികൾക്ക് ജ്ഞാനത്തിന്റെ മൂർത്തഭാവത്തിന്റെ ജനനത്തെ അറിയിച്ച് ആകാശത്തിൽ നക്ഷത്രം തെളിഞ്ഞു. ഹേറോദേസിന്റെ വാൾമുനയ്ക്ക് വിട്ടുകൊടുക്കാതെ ചോര കുഞ്ഞിനെയും അവന്റെ അമ്മയെയും ചേർത്തു പിടിച്ച് മലഞ്ചെരുവുകൾ ഓടിത്തീർക്കുവാൻ ജോസഫിന് പ്രത്യാശ കൊടുത്തതും ദിവ്യരക്ഷകനായ ക്രിസ്തു. പിന്നീട് അങ്ങോട്ട് ലോക ചരിത്രത്തിൽ പ്രത്യാശയുടെ പര്യായമായി മാറാനുള്ള ഒരുക്കങ്ങളായിരുന്നു ഇതെല്ലാം. അനേകായിരങ്ങളിൽ ഇന്നും ക്രിസ്തു പ്രത്യാശ പകരുന്നു. പോസിറ്റീവ് സൈക്കോളജി പ്രകാരം വ്യക്തമായ ലക്ഷ്യവും ലക്ഷ്യത്തിലെത്താനുള്ള വഴികൾ കണ്ടെത്താനുള്ള കഴിവും അതിനുള്ള പരിശ്രമവും സമന്വയിക്കുന്നതാണ് പ്രത്യാശ. ജീവിതത്തെ ഓരോ നിമിഷവും മുൻപോട്ട് നയിക്കുന്ന പ്രത്യാശ എന്താണെന്ന് എഴുതിയാലോ ഇന്ന്. പ്രതിസന്ധികളിൽ താഴാതെയും ഉന്മത്താവസ്ഥകളിൽ മനസ്സുമെടുക്കാതെയും ഓരോ പ്രഭാതത്തെയും പ്രതീക്ഷയോടെ സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ശാന്തമായിരുന്നൊന്ന് ആലോചിക്കണേ. എന്നെ നയിക്കുന്ന പ്രത്യാശ എന്താണ്? ഓർക്കാം, എഴുതാം, മുൻപോട്ട് നീങ്ങാൻ ഊർജമാകുന്നതിന് നന്ദി പറയാം. സ്വയാവബോധം വർദ്ധിക്കട്ടെ, നന്മ വളരട്ടെ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.